നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4th മോഡ്യൂൾ തുടങ്ങിയല്ലേ? അപ്പോൾ 4th മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു 4th മോഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ തന്നതാണ്. ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് 4th മോഡ്യൂളിൽ പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സുകൾ അല്ലെ, ഓരോ പ്രോസസ്സിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത വെള്ളം, എഫ്ലുവന്റ്, ആ എഫ്ലുവന്റ് ഡിസ്പോസ് ചെയ്യും. ഒന്നെങ്കിൽ ലാൻഡിലേക്ക് ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിലേക്ക് ഡിസ്പോസ് ചെയ്യും അല്ലേ? അപ്പൊ ആ ഒരു ഡിസ്പോസലിനെ കുറിച്ചും. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യമായിട്ട് 4th മോഡ്യൂളിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്നുള്ളതൊക്കെ കണ്ടു അല്ലേ? എന്തിനാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പിന്നെ അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റിനെ കുറിച്ചും പറഞ്ഞു അല്ലേ? അതായത് ഏതൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. 5 കാറ്റഗറീസിലേക്ക് ആക്കി നമ്മൾ തിരിച്ചു. ഏതൊക്കെയായിരുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനെക്കുറിച്ചാണ് കൂടുതലും ഈ മോഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 5ആയി തരംതിരിച്ചു. ആദ്യത്തെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പിന്നെ പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്, ടെറിഷ്യറി ട്രീറ്റ്മെന്റ്. പിന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത വേസ്റ്റ്, അത് ട്രീറ്റ് ചെയ്യാനുള്ള വേറെ കുറച്ച് മാർഗങ്ങളൊക്കെ, അതാണ് മിസലേനിയസ് ട്രീറ്റ്മെന്റിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതുപോലെ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ നമ്മൾ, അതല്ല പ്രിലിമിനറിയിൽ അല്ലേ, പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ 3 യൂണിറ്റുകൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ 3 യൂണിറ്റ്സ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? സ്ക്രീനിങ്, ഗ്രിഡ് ചേംബർ, സ്കിമ്മിങ് ടാങ്ക് അല്ലേ? പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ. പിന്നെ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത് എന്ത്? സെഡിമെന്റേഷൻ അല്ലേ? സെഡിമെന്റേഷൻ കോമൺ ആണല്ലേ? വാട്ടർ ട്രീറ്റ്മെന്റിൽ നമ്മൾ പഠിച്ചതാണ്, അതുപോലെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിലും പഠിക്കുന്നതാണ് സെഡിമെന്റേഷൻ അല്ലേ? പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ട്രിക്ലിംഗ് ഫിൽറ്റർ, പിന്നെയോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, സ്ലഡ്ജ് ഡൈജഷൻ, ഡ്രൈയിങ് ബെഡ്സ്, ഇതെല്ലാം സെക്കൻഡറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ? പിന്നെ അതുപോലെ അടുത്തതാണ് ടെറിഷ്യറി ട്രീറ്റ്മെന്റ്. ഇപ്പൊ ടെറിഷ്യറി ട്രീറ്റ്മെന്റിൽ വരുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആണ്, കുറച്ച് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളാണ്. അത് ഈ ടെറിഷ്യറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലും കണ്ടുകൊള്ളണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പ്രിലിമിനറിയും പ്രൈമറിയും സെക്കൻഡറിയും കഴിഞ്ഞതിന് ശേഷവും പോവാത്ത പാർട്ടിക്കിൾസ് ഉണ്ടാവും, കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിരിക്കില്ല ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിന് അല്ലേ? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലേ? അപ്പൊ അതില് കുറച്ച് സ്പെഷ്യൽ പ്രോസസ്സുകളൊക്കെ നമുക്ക് വേണ്ടി വരും. അതിലുള്ള
അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ ടെർഷ്യറി ട്രീറ്റ്മെന്റ് ഓർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഇന്നലെ കുറച്ചെണ്ണം പറഞ്ഞിരുന്നു. അഡ്സോർപ്ഷൻ, അയോൺ എക്സ്ചേഞ്ച്, എയർ സ്ട്രിപ്പിംഗ്, റിവേഴ്സ് ഓസ്മോസിസ്, ഇലക്ട്രോഡയാലിസിസ്, ഡിസിൻഫെക്ഷൻ, അങ്ങനെ പലതും. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മിസലേനിയസ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ അല്ലാതെ വേറെ പ്രോസസ്സുകൾ വഴി വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാം, വേസ്റ്റ് ട്രീറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, അതുപോലെ ഇംഹോഫ് ടാങ്ക്, ഓക്സിഡേഷൻ പോണ്ട്, ഓക്സിഡേഷൻ ഡിച്ചസ്, എയറേറ്റഡ് ലഗൂൺസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലേ? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഒരു ഫ്ലോ ഡയഗ്രാം നോക്കാം. ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, നിങ്ങൾക്ക് അങ്ങോട്ട് മാറിപ്പോവരുതേ. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലും ചില യൂണിറ്റുകളൊക്കെ സെയിം ആണ്, എങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ വാട്ടർ സപ്ലൈ നമ്മൾ പഠിക്കുമ്പോൾ അതിലുണ്ടാവാവുന്ന വേസ്റ്റുകൾ എന്തൊക്കെയായിരിക്കാം? മെയിൻലി നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലെ, ചെറിയ മൺതരികളൊക്കെ പോലെ അല്ലെ, സസ്പെൻഡഡ് പാർട്ടിക്കിൾസും കൊളോയിഡൽ പാർട്ടിക്കിൾസും ഡിസോൾവ്ഡ് പാർട്ടിക്കിൾസും അല്ലെ, അതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാവാവുന്നത് എന്തൊക്കെയാണ്? കുറേയും കൂടെ വലിയ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഡെബ്രിസ് ഒക്കെ പോലെ അല്ലെ, അതായത് ഡെഡ് ഓർഗാനിക് മാറ്റർ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചപ്പൊക്കെ ഉണ്ടാവും അല്ലെ, ഒരുപാട് ചപ്പ് ഉണ്ടാവും. അത് ഇലകളും അങ്ങനെ ഒരുപാട് ചപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ഒരു ഫ്ലോ ഡയഗ്രാം നോക്കാം. അതായത് ഒരു കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ, നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഓക്കെ, അതിന്റെ പ്രോസസ്സുകൾ, എങ്ങനെയാണ് വെള്ളം പോകുന്നത്, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റേ യൂണിറ്റിലേക്ക് പോവും അല്ലെ വെള്ളം. ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് ക്ലീൻ ചെയ്ത വെള്ളം അടുത്ത യൂണിറ്റിലേക്ക് പോവും, അവിടുന്ന് ക്ലീൻ ചെയ്ത് അടുത്ത യൂണിറ്റിലേക്ക് പോവും. അങ്ങനെ വെള്ളം പാസ് ചെയ്ത് അവസാനം എവിടെ എത്തും? നമ്മുടെ പുറത്തേക്ക് ഒഴുക്കി വിടാം അല്ലെ. ഓക്കെ. അപ്പൊ ആ യൂണിറ്റ്സ് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് എഴുതിന്റെ നമ്പർ കൊടുത്തതൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നെന്ന് പറയുന്നത് റോ സീവേജ്, അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ, വീടുകളിൽ നിന്നും ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ നിന്നും എല്ലാം വരുന്ന വേസ്റ്റ് വാട്ടർ ആണ് അത്. എന്നിട്ട് ആ വേസ്റ്റ് വാട്ടർ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? സ്ക്രീൻസിലേക്ക് അല്ലെ. സ്ക്രീൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ അരിപ്പ പോലെ. പക്ഷേങ്കിൽ അരിപ്പയല്ല, എന്താ പറയാ, നമുക്ക് കുറച്ച് പലകയില്ലേ, പലക, മരത്തിന്റെയൊക്കെ പലക, അല്ലെങ്കിൽ അയേൺ റോഡ്, അങ്ങനത്തെ റോഡ്സ് എന്താണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പേസിങ് വിട്ട് വെച്ച് പോവുക. ഓക്കെ. നിങ്ങൾ ഈ മനസ്സിലൊന്ന് കാണണം, നമുക്ക് ഫിഗർ നോക്കാം, പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി തോന്നും. ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അപ്പൊ പിന്നെ അത് ഓർമ്മയെന്ന് ഒരിക്കലും മറക്കില്ല. ഓക്കെ. അപ്പൊ കുറച്ച് റോഡ്സ് ഒരു പർട്ടിക്കുലർ സ്പേസിങ്, ഫോർ എക്സാമ്പിൾ എന്താ, ഒരു 5 സെന്റിമീറ്റർ സ്പേസിങ്ങിൽ നമ്മൾ കുറച്ച് റോഡുകൾ ഇങ്ങനെ അടുക്കി വെക്കുക, പാരലൽ ആയിട്ട് വെക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ആ പാരലലായി വെച്ച റോഡിന്റെ ഉള്ളിലൂടെ നമ്മൾ വെർട്ടിക്കലി ആണ് വെക്കുന്നത്. ഓക്കെ. റോഡ്സ് വെർട്ടിക്കലി അല്ലെങ്കിൽ കുറച്ചൊരു ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുകയെന്ന് വിചാരിക്കാം. അതിന്റെ ഉള്ളിലൂടെ നമ്മൾ വേസ്റ്റ് വാട്ടർ കടത്തി വിട്ടാൽ ഈ പറയുന്ന വലിയ വലിയ ഇലകളും അതുപോലെ ഈ ചപ്പും ഒക്കെ എന്ത് പറ്റും? ആ റോഡിന്റെ ഇടയിൽ തങ്ങി നിൽക്കും അല്ലേ. എന്നിട്ട് ചെറിയ പാർട്ടിക്കിൾസ് മാത്രം ആ റോഡിന്റെ ഉള്ളിൽ കൂടെ
ആ സ്പേസിങ്ങിലൂടെ, അത് രണ്ടും തമ്മിലുള്ള സ്പേസിങ്, ആ സ്പേസിങ്ങിലൂടെ ഒഴുകിപ്പോകും അല്ലേ. അപ്പൊ അതാണ് സ്ക്രീൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ സ്ക്രീൻസിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം വെള്ളം പോകുന്നത് നേരെ ഗ്രിറ്റ് ചേംബറിലേക്കാണ്. ഗ്രിറ്റ് ചേംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇൻഓർഗാനിക് പാർട്ടിക്കിൾസും ഉണ്ട്, ഓർഗാനിക് പാർട്ടിക്കിൾസും ഉണ്ട് അല്ലെ. എന്താണ് ഇൻഓർഗാനിക്, ഓർഗാനിക് എന്നൊക്കെ അറിയാലോ. അപ്പോൾ ഇൻഓർഗാനിക് പാർട്ടിക്കിൾസ്, അതായത് അതുപോലെ തന്നെ കിടക്കുന്ന പാർട്ടിക്കിൾസ്, അത് ഡീകമ്പോസ്ഡ് ആവില്ല, അപ്പൊ അതുപോലെ തന്നെ കിടക്കും. ഇപ്പൊ നമ്മുടെ മൺതരികളൊക്കെ ഡീകമ്പോസ് ഒന്നും ആവില്ല, അതുപോലെ തന്നെ കിടക്കും അല്ലെ. അതൊക്കെ ഇൻഓർഗാനിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും, ഈ ഗ്രിറ്റ് ചേംബറിൽ സെറ്റിൽ ഡൗൺ ചെയ്യും, താഴോട്ട് അടിഞ്ഞുകൂടും. ഓക്കെ, അങ്ങനെ അടിഞ്ഞുകൂടി ബാക്കിയുള്ള വെള്ളം പിന്നെ പോകുന്നത് നേരെ ഇങ്ങോട്ടാണ്, സ്കിമ്മിങ് ടാങ്കിലേക്കാണ്. ഈ സ്കിമ്മിങ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ഒരുപാട് എണ്ണയും ഗ്രീസ്, ഓയില് അല്ലെ, പലതരത്തിലുള്ള ലൂബ്രിക്കൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. ഗ്രീസി ആയിരിക്കും ചിലപ്പോൾ വെള്ളം, അല്ല ഓയിലി എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഈ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ നമുക്കറിയാലോ ഓയിലാണോ വെള്ളമാണോ വെയിറ്റ് കൂടുതൽ? വെള്ളമാണ് ഹെവിയർ അല്ലെ, വെള്ളത്തിന്റെ ഡെൻസിറ്റി ആണ് കൂടുതൽ. ഓയിലിന്റെ ഡെൻസിറ്റി ഇപ്പോ എത്രയാണ്, ഒരു 900 കിലോഗ്രാം പെർ നമ്മുടെ മീറ്റർ ക്യൂബ് ഒക്കെ നമ്മൾ പറയില്ലേ, അതായത് 0.9 ആണ് ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. പക്ഷേങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പൊ അതായത് ഓയിലിനാണ് വെയിറ്റ് കുറവ്, അതാണ് വെള്ളത്തിൽ പൊന്തി കിടക്കുക. അപ്പൊ അങ്ങനെ പൊന്തി കിടക്കുന്ന സാധനങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ളതാണ് സ്കിമ്മിങ് ടാങ്ക്. അങ്ങനത്തെ ഓയില്, ഗ്രീസ് ഇതെല്ലാം മുകളിലേക്ക് പൊന്തി വരും. എന്നിട്ട് അതിനെ ആ മുകളിൽ നിന്ന് അതിനെയൊക്കെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യും വെള്ളത്തിൽ നിന്ന്. അതാണ് സ്കിമ്മിങ് ടാങ്കിന്റെ പർപ്പസ്. പിന്നെ അടുത്തതാണ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പൊ ഈ സ്കിമ്മിങ് ടാങ്കിന് ശേഷം വെള്ളം പോകുന്നത് എങ്ങോട്ടാണ്? പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്കാണ്. അപ്പൊ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടും അല്ലെ, അതാണ് സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പൊ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ താഴോട്ടേക്ക് അടിഞ്ഞുകൂടും. കാരണം നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ ഈ ഒരു ടാങ്കിലേക്ക് വെള്ളം പോകുമ്പോൾ വെള്ളത്തിന്റെ വെലോസിറ്റി നമ്മൾ അങ്ങ് കുറയ്ക്കും. വെള്ളത്തിന്റെ വെലോസിറ്റി കുറച്ച് നേരം അവിടെ തന്നെ തങ്ങി നിന്നാൽ അതിലുള്ള പാർട്ടിക്കിൾസ് മെല്ലെ താഴോട്ടേക്ക് അടിയും അല്ലെ. അതാണ് സെഡിമെന്റേഷൻ ടാങ്കിന്റെ പർപ്പസ്. ഓക്കെ, പിന്നെ അപ്പൊ നിങ്ങൾക്ക് തോന്നി ഈ ഗ്രിറ്റ് ചേംബറിലും അതുപോലെ തന്നെ അല്ലേ എന്നല്ലേ. ഈ ഗ്രിറ്റ് ചേംബറിന്റെ പ്രത്യേകത ഇനോർഗാനിക് സോളിഡ്സ് മാത്രമേ അത് സെറ്റിൽ ഡൗൺ ചെയ്യൂ. ഓക്കെ, അതും ഈ ഗ്രിറ്റ് ചേംബറിൽ ഒരു പർട്ടിക്കുലർ സൈസ് ഓഫ് പാർട്ടിക്കിൾസിന് മാത്രമേ സെറ്റിൽ ഡൗൺ ചെയ്യാൻ സാധിക്കൂ. കാരണം ഈ ഗ്രിറ്റ് ചേംബറിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഒരു വെലോസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ആ വെലോസിറ്റിയിലൂടെ പോകുമ്പോൾ ഒരു നിശ്ചിത സൈസിലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ സെറ്റിൽ ഡൗൺ ചെയ്യൂ. നേരെ മറിച്ച് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഓർഗാനിക് പാർട്ടിക്കിൾസിനും ഇൻഓർഗാനിക് പാർട്ടിക്കിൾസിനും സെറ്റിൽ ഡൗൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് സെഡിമെന്റേഷൻ ടാങ്ക് കഴിഞ്ഞാൽ വരുന്ന യൂണിറ്റ് ആണ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്ററിലൂടെ പോകുമ്പോൾ പിന്നീട് അതിൽ വരുന്ന ഓർഗാനിക് പാർട്ടിക്കിൾസ് എല്ലാം എന്ത് പറ്റും? അതൊക്കെ ബാക്ടീരിയാസ് തിന്നും അല്ലെ. അപ്പൊ ഇതൊരു ബാക്ടീരിയൽ ഓറിയന്റഡ് പ്രോസസ് ആണ്, ബാക്ടീരിയ ഓറിയന്റഡ് പ്രോസസ് ആണ് ഇത് അല്ലെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എന്താണ് ട്രിക്ലിംഗ് ഫിൽറ്റർ, എന്താണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെയും വ്യത്യാസം എന്നൊക്കെ അല്ലെ.
നമ്മുടെ ഒരു ബുഫേ പാർട്ടി നടക്കുന്നത് പോലെയാണ് ബാക്ടീരിയാസിന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലൂടെ. നേരെ മറിച്ച് നമ്മൾ ഇല ഇട്ട് സദ്യ വിളമ്പുക, അതായത് ഒരു ഭാഗത്ത് ഇരുന്ന് അങ്ങോട്ടേക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നടക്കുന്നത് അല്ലേ. അതായത് ബാക്ടീരിയാസ് നമ്മുടെ സാൻഡ് ബെഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ മുകളിലൂടെ വേസ്റ്റ് വാട്ടർ കൊടുക്കുമ്പോൾ വേസ്റ്റ് വാട്ടർ താഴെ ആ ബെഡിന്റെ ഉള്ളിലൂടെ ഒഴുകണ സമയത്ത് അതിലുള്ള വേസ്റ്റ് ഒക്കെ നമ്മുടെ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും അല്ലേ. അപ്പൊ അതാണ് എന്ത് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്തതിന് ശേഷം വെള്ളം 2 രീതിയിൽ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക്, അതായത് ബാക്കിയുള്ള കുറച്ച് സോളിഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിഞ്ഞുകൂടാൻ വേണ്ടി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കും. പിന്നെ അതുപോലെ കുറച്ച് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്നുള്ള ആ ഒരു എഫ്ലുവന്റ് നല്ല വെള്ളം കുറച്ച് എന്ത് ചെയ്യും, റീസർക്കുലേറ്റ് ചെയ്തു കൊടുക്കും. റീസർക്കുലേറ്റ് ചെയ്യും എങ്ങോട്ട്, നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് റീസർക്കുലേറ്റ് ചെയ്തു കൊടുക്കും. കാരണം നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത വെള്ളത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് നല്ല ബാക്ടീരിയാസ് ആയിരിക്കും അല്ലെ, ഭക്ഷണമൊക്കെ കഴിച്ച് കൊഴുത്തിരിക്കുന്ന നല്ല ബാക്ടീരിയാസ് ആണ്. അപ്പൊ ആ നല്ല ബാക്ടീരിയാസിനെ നമ്മൾ കുറച്ച് സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ എന്താണ് സെഡിമെന്റേഷൻ ടാങ്കിലും കുറച്ചൊക്കെ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും ബാക്ടീരിയാസിന്, നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വഴി. ഓക്കെ, അതാ ഈ സെഡിമെന്റേഷൻ ടാങ്കിൽ ചെറുതായിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. അതായത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ സ്ലഡ്ജിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക, അതിലെ ബാക്ടീരിയാസിന് ഭക്ഷണം കൊടുത്ത് അവർക്ക് ഉന്മേഷം വരുത്തിക്കുക അല്ലെ, എനർജി കൊടുക്കുക. അങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ബാക്ടീരിയാസിനെ ഉണ്ടാക്കി ആ ബാക്ടീരിയാസിനെ ഉപയോഗിച്ച് വേസ്റ്റ് വീണ്ടും കഴിപ്പിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ഈ ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ നമുക്ക് നടത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ അതിനു വേണ്ടി കുറച്ച് ബാക്ടീരിയ അടങ്ങിയ വെള്ളം നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ എഫ്ലുവന്റ് ഞാൻ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണ്, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക്. അവിടുന്ന് ബാക്കിയുള്ള എഫ്ലുവൻസും ബാക്കിയുള്ള ഇപ്പൊ ബാക്ടീരിയാസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം താഴോട്ട് സെറ്റിൽ ഡൗൺ ചെയ്ത് മുകളിൽ നമുക്ക് നല്ല വെള്ളം കിട്ടും, അതായത് ട്രീറ്റ് ചെയ്ത വെള്ളം. ആ ട്രീറ്റ് ചെയ്ത വെള്ളം നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡ് എഫ്ലുവന്റ് ആയിട്ട് കളയും. അതായത് ലിക്വിഡ് ആ മുകളിലുള്ള വെള്ളം. അപ്പൊ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ എല്ലാ ലോഡും താഴോട്ടേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. മുകളിൽ നിൽക്കുന്ന വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. കഴിഞ്ഞു, നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് വിടും. ഓക്കെ, അതാണ് ലിക്വിഡ് എഫ്ലുവന്റ്. അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡിലേക്കോ അല്ലെങ്കിൽ സീയിലേക്കൊക്കെ ഡിസ്പോസ് ചെയ്യാം. പിന്നീട് ഈ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ താഴെ അടിഞ്ഞുകൂടിയ ആ ഒരു സ്ലഡ്ജ്, അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്ലഡ്ജ്, അതായത് ആ ഒരു കൊഴുത്ത വേസ്റ്റ് അല്ലെ. അപ്പൊ ആ കൊഴുത്ത വേസ്റ്റിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ലഡ്ജ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് അതായത് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കില് ബാക്കി ആ താഴെ അടിഞ്ഞുകൂടിയ സ്ലഡ്ജ് നമ്മള് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് കൊടുക്കും. ഓക്കെ, സ്ലഡ്ജ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, സ്ലഡ്ജ്, അപ്പൊ അവിടെ നിന്നാണ് സ്ലഡ്ജ് ഡൈജഷൻ നടക്കുക. അപ്പൊ ആ കൊഴുത്ത ആ ഒരു വേസ്റ്റ് മുഴുവൻ ഡൈജസ്റ്റ് ആവും, ഡീകമ്പോസ്ഡ് ആവും. അത് നടക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം ആ ഡൈജസ്റ്റ് ആയ സ്ലഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും, അത് ഡീകമ്പോസ് ആയതിനെ ഡ്രൈയിങ് ബെഡിലേക്ക് കൊടുക്കും. 11 കണ്ടില്ലേ, ഡ്രൈയിങ് ബെഡാണ്. അപ്പൊ ഡ്രൈയിങ് ബെഡിലേക്ക്, അതായത് ഉണക്കാൻ വേണ്ടിയിട്ട്, ഉണക്കി കഴിഞ്ഞാൽ
പിന്നെ അത് എന്തായി മാറും? ഫെർട്ടിലൈസർ ആയി മാറും. വളമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ആ വളം അതിനെയാണ് നമുക്ക് സ്ലഡ്ജ് കേക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മാന്യുവർ, ഫെർട്ടിലൈസർ. ഓക്കെ, നമുക്ക് എന്താണ് ടെക്നിക്കലി നമ്മൾ പറയാ സ്ലഡ്ജ് കേക്ക് എന്നാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലെ സൂപ്പർനേറ്റന്റ് ലിക്കർ, അതായത് മുകളിലുള്ള ഈ സ്ലഡ്ജ് ഡൈജഷനിൽ നമ്മൾ അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ വെള്ളവും സോളിഡ്സും സെപ്പറേറ്റ് ആവും അല്ലെ. അപ്പൊ അതിലുള്ള വെള്ളവും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കും. കാരണം അതിലും ബാക്ടീരിയാസ് ഉണ്ടാവും, നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പൊ ആ ബാക്ടീരിയാസിനെ നമുക്ക് സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് വീണ്ടും നടക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഈ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കില് സ്ലഡ്ജ് ഡൈജസ്റ്റ് ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ വേസ്റ്റ് ഡീകമ്പോസ് ആവുമ്പോൾ ഒരുപാട് ഗ്യാസസ് ലിബറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മീതെയിന്, കാർബൺ ഡൈ ഓക്സൈഡ്, H2S, അങ്ങനെ ഒരുപാട് ഗ്യാസസ് ലിബറേറ്റ് ചെയ്യും. ആ ഗ്യാസസിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂവലായി ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ബയോഗ്യാസ്. ആ ഗ്യാസിനെ നമുക്ക് ബയോഗ്യാസ് എന്ന് വിളിക്കാം. അതായത് ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ് അല്ലെ, ലിവിങ് ഓർഗാനിസംസിൽ നിന്ന്, അതായത് നമ്മുടെ ബാക്ടീരിയാസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഈ വേസ്റ്റ് ഡീകമ്പോസ് ആവുമ്പോൾ കിട്ടുന്ന ഗ്യാസ്, അതാണ് ബയോഗ്യാസ്. അപ്പൊ ഈ ബയോഗ്യാസ് ആയി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് ഒരു ഫ്ലോ ഡയഗ്രാം. പിന്നെ അതിൽ പറയാത്ത രണ്ടെണ്ണം കൂടെ ഉണ്ട് അല്ലേ, അതായത് പ്രൈമറി സ്ലഡ്ജും സെക്കൻഡറി സ്ലഡ്ജും. അതൊന്നും ഇല്ല, നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിലും ഇതുപോലെ അടിഞ്ഞുകൂടുമല്ലോ വേസ്റ്റ്. ആ വേസ്റ്റ് എല്ലാം നമ്മൾ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് കൊടുക്കും. അതുപോലെ ഇതും നമ്മുടെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റും സ്ലഡ്ജും നമ്മൾ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഒരു കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇവിടെ കൂടുതൽ പ്രോസസ്സുകളൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ടെറിഷ്യറി ട്രീറ്റ്മെന്റിൽ, അതായത് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റിൽ നമ്മൾ കുറച്ച് പ്രോസസ് ഒക്കെ പറഞ്ഞു. അതായത് അഡ്സോർപ്ഷൻ, അയൺ എക്സ്ചേഞ്ച്, ഇലക്ട്രോ ഡയാലിസിസ് അല്ലെ, അങ്ങനെ കുറച്ചധികം പ്രോസസ്സ് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഏതൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോയാലും കാണുന്ന പ്രോസസ്സുകൾ ഇതെല്ലാം ആണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആവും. അതിൽ സംശയം വരാൻ വേണ്ടി ഒരു ഭാഗം പോലും ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേസ്റ്റ് വാട്ടർ എന്താണെന്ന് വിഷ്വലൈസ് ചെയ്താൽ, അതുപോലെ വാട്ടർ എന്താണെന്ന് വിഷ്വലൈസ് ചെയ്താൽ, അതിനകത്ത് അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റുകളും പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ വേസ്റ്റ് വാട്ടറിൽ വലിയ വലിയ പാർട്ടിക്കിൾസ് ആണല്ലോ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ സ്ക്രീൻസ് ഇല്ല അല്ലെ, ഇങ്ങനെ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഗ്രിറ്റ് ചേമ്പർ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ ചായന്റെ ചണ്ടിയൊക്കെ ഇല്ലേ, ചായച്ചണ്ടി, അതുപോലെ മുട്ടേന്റെ തോട്, ഇതെല്ലാം ഈ ഗ്രിറ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഇനോർഗാനിക് പാർട്ടിക്കിൾസ് ആണ്. ഇതെല്ലാം അതുപോലെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാനാണ് ഈ ഗ്രിറ്റ് ചേമ്പർ കേട്ടോ. അപ്പൊ അതൊന്നും ഇപ്പൊ വാട്ടറിൽ വരുന്നില്ല അല്ലെ, കുടിക്കുന്ന വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റിൽ വരാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ സ്കിമ്മിങ് ടാങ്ക്, അതായത് എണ്ണ, മെഴുക്ക്, ഇതൊന്നും വരില്ലല്ലോ. അപ്പൊ ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയി തന്നെ നോക്കാം. അപ്പൊ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്. ഓക്കെ, പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആദ്യം സ്ക്രീൻസ് ആണ് പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞ
ഡയഗ്രാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതാ നോക്കൂ, ഇതുപോലെയാണോ ഇരിക്കുന്നത്? കണ്ടോ, കുറെ റോഡുകൾ പാരലൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്, വെർട്ടിക്കലി വെച്ചിരിക്കുകയാണ്. വെള്ളം അതിനുള്ളിലൂടെ പോകുമ്പോൾ ഈ വലിയ വലിയ ചപ്പുകളൊക്കെ എന്ത് ചെയ്യും? സ്ക്രീൻസിന്റെ മുകളിൽ തന്നെ കിടക്കും. എന്നിട്ട് വെള്ളം ഇതിനുള്ളിലൂടെ പാസ് ചെയ്യും. അതാണ് സ്ക്രീൻസ് അല്ലേ? ഇതാ ഇവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ റോഡ്സ്, അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം പാസ് ചെയ്യിക്കും. അപ്പൊ വലിയ വലിയ സാധനങ്ങൾ, ഇപ്പൊ കവറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറ്, അങ്ങനെ പല ചപ്പുണ്ടാവും, ഇല ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ ഇതിൽ കുടുങ്ങി നിന്നോളും, തങ്ങി നിൽക്കും. ഓക്കെ, സോ നമുക്ക് വായിച്ചു നോക്കാം. Devices with uniform sized openings used to retain floating solids in the sewage by mechanical straining action. അപ്പോൾ എന്താണ് യൂണിഫോം സൈസ്ഡ് ഓപ്പണിങ്സ്? ഒരുപോലത്തെ ഓപ്പണിംഗ് ആണ് അല്ലേ? ഒരു സ്ഥലത്തും സ്പേസിങ് കൂടുതലോ കുറവോ ഇല്ല, ഒരേ സ്പേസിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പണിങ്സ്, which is used to retain floating solids. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ സോളിഡ്സ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂണിഫോം സ്പേസിങ്. ഓക്കെ, അതിനെയാണ് സ്ക്രീൻ എന്ന് വിളിക്കുന്നത്, സ്ക്രീൻസ്. സോ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? To remove floating solids like pieces of cloth, paper, wood, cork, fiber, kitchen refuses, grass, etc. from sewage. പിന്നെ അതുപോലെ to reduce the load on further treatment units. അപ്പൊ എന്ത് ചെയ്യും? ഇതെല്ലാം അടുത്ത ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ ബ്ലോക്ക് ചെയ്യും അല്ലേ? അവിടെ കുടുങ്ങി കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഈ സ്ക്രീൻസ് നമ്മളെ സഹായിക്കും. പിന്നെ അതുപോലെ to avoid choking up of small pipes or affecting the working of pumps. അതുപോലെ പമ്പിലൊക്കെ നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് സീവേജ് പമ്പിംഗ് ഒക്കെ പഠിച്ചില്ലേ കഴിഞ്ഞ മോഡ്യൂളിൽ? അപ്പൊ അതുപോലെ പമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ക്ലോഗിങ് ആവരുത്, പമ്പിൽ കുടുങ്ങി നിൽക്കരുത്. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നതാണ് സ്ക്രീൻസ്. അപ്പൊ ഈ സ്ക്രീൻ എവിടെയാ, നമ്മൾ ലൊക്കേഷൻ എവിടെയാ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ജനറലി ലൊക്കേറ്റഡ് ബിഫോർ ദ ഗ്രിഡ് ചേംബർ അല്ലെ? ഗ്രിഡ് ചേംബറിന് തൊട്ട് മുന്നേ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? സ്ക്രീൻസ് അല്ലെ? അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ഓപ്പണിംഗ്, ഓപ്പണിങ്ങിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് രണ്ട് നമ്മൾ പറഞ്ഞ റോഡ്സ് അല്ലെ, റോഡ് അല്ലെങ്കിൽ ബാറ്, രണ്ട് ബാറുകൾ വെച്ചതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ്, അതാണ് ആ ഓപ്പണിംഗ് അല്ലെ? അപ്പൊ ആ ഓപ്പണിങ്സിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻസ് ആർ ഡിവൈഡഡ് ഇൻടു 3. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫൈൻ സ്ക്രീൻസ്, മീഡിയം സ്ക്രീൻസ്, കോസ് സ്ക്രീൻസ്. അതായത് ഫൈൻ സ്ക്രീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പണിങ് ലെസ് ദാൻ 20 mm ആയിരിക്കും. അതായത് 2 സെന്റിമീറ്ററിലും കുറവായിട്ടാണ് രണ്ട് റോഡ്സ് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയും അടുത്തടുത്താണ് റോഡ്സ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് മാത്രമേ ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യൂ. പിന്നെ മീഡിയം സ്ക്രീൻ എന്ന് പറയുമ്പോൾ 20 mm to 50 mm അല്ലെ? അതായത് 2 cm to 5 cm അത്രയാണ് ഈ ഒരു ഓപ്പണിങ്ങിന്റെ വിഡ്ത്ത്, ഓക്കെ, സൈസ്. പിന്നെ കോസ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ 50ൽ കൂടുതൽ, അതായത് ഒരു 75 മുതൽ 150 mm, അതായത് 7.5 to 15 സെന്റിമീറ്റേഴ്സ് ആണ് ഓപ്പണിങ്ങിന്റെ സൈസ് വരിക. അപ്പൊ ഈ സൈസ് ഓഫ് ഓപ്പണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഓഫ് സ്ക്രീൻസ്. സ്ക്രീൻസ് എങ്ങനെ നമുക്ക് അവിടെ അനക്കാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് സ്ക്രീൻസ്, മൂവബിൾ സ്ക്രീൻസ്,
മൂവിങ് സ്ക്രീൻസ്. അതായത് നമുക്ക് അനക്കാൻ പറ്റില്ല, അതവിടെ ഇവിടെ പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഫിക്സഡ് സ്ക്രീൻ. അതല്ല, ഇത് നമുക്ക് ആവശ്യാനുസരണം ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇൻക്ലൈൻഡ് ആക്കി വെക്കേണ്ടി വരും, ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ വേർട്ടിക്കൽ ആക്കി വെക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മൂവബിൾ സ്ക്രീൻസ്. ഓക്കെ. പിന്നെ അതുപോലെ ഇതിങ്ങനെ ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു റൊട്ടേഷണൽ പാറ്റേൺ എപ്പോഴും ഇതിങ്ങനെ വെള്ളം വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ മൂവിങ് സ്ക്രീൻസ്. അപ്പൊ അങ്ങനെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ക്രീനിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. Consist of parallel steel bars having equal spacing between them. അപ്പൊ നമുക്കുള്ളത് എന്താണ്? സ്റ്റീൽ ബാറുകൾ അല്ലെ, സ്റ്റീൽ ബാറുകളാണ്. ഓക്കെ. നമുക്ക് വുഡൻ ബാർസും ഉപയോഗിക്കാം, പക്ഷേ എങ്കിൽ എന്താണ്, വുഡൻ ബാർസ് പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മരത്തിനെ മരം ചീത്തയാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ബാർസ് ആണ്. ഹാവിങ് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദം. അപ്പൊ നമ്മൾ എന്ത് സ്പേസിംഗ് ആണോ 2 ബാറുകളുടെ ഇടയിൽ കൊടുക്കുന്നത്, അത് എല്ലാ ബാറിന്റെ ഇടയിലും അതുപോലെ തന്നെ സ്പേസിംഗ് ആണ് കൊടുക്കുക. പിന്നെ ഈ they are placed at an angle of 30 degree to 60 degree to horizontal. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടലിന് നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിൽ ശരിക്കും മനസ്സിലാവും. നമ്മുടെ സ്ക്രീൻസ് ഇതാ ഇങ്ങനെ, ഇതാ ഈ ഫിഗറിലുണ്ട്, ഇതാ ഈ കാണുന്നത്. ഓക്കെ. 1 എന്ന് എഴുതിയതാണ് സ്ക്രീൻ ബാർസ്. ഇത് പ്ലാൻ വ്യൂ ആണ് സ്ക്രീനിന്റെ. അതായത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഇതാണ് സ്ക്രീന്. ഓക്കെ. സ്ക്രീനാണ്. ഇപ്പൊ വേസ്റ്റ് വാട്ടർ ഇതിലൂടെ വന്നു, എന്നിട്ട് ഈ ഒരു ടാങ്കിലൂടെ പാസ് ചെയ്യാണ്. അപ്പൊ സ്ക്രീനിന്റെ ഉള്ളിലൂടെ പോയി അത് ഔട്ട്ലെറ്റിലൂടെ തിരിച്ചു പോകും. ഓക്കെ. അപ്പൊ അതിന്റെ സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്ക്രീൻസ് ഇൻക്ലൈൻഡ് അറ്റ് an angle, കണ്ടോ, it is inclined at an angle 30 degree to 60 degree to the horizontal. Sewage is allowed to flow through the screen with a velocity of at least 0.6 meter per second. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. എന്താ, നമ്മുടെ വെള്ളം വേസ്റ്റ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി മിനിമം എത്ര ഉണ്ടായിരിക്കണം? 0.6 meter per second ഉണ്ടായിരിക്കണം. All floating solids larger in size than that of the openings are retained on the screen. അപ്പൊ നമ്മുടെ ഓപ്പണിങ്ങിന്റെ സൈസിലും വലിയ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ എന്ത് പറ്റും? അവിടെ തങ്ങി നിൽക്കും അല്ലേ? ഓക്കെ. A bar screen is shown in the figure. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ സ്ക്രീൻ ആണ് കേട്ടോ, ബാർ സ്ക്രീൻ ആണ്. ഓക്കെ. സ്റ്റീൽ ബാറുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബാർ സ്ക്രീൻ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇത് സ്ക്രീൻ ആണ്. ഓക്കെ. സ്ക്രീൻസ് are inclined at an angle 30 to 60 degree with the horizontal. പിന്നെ ഈ കാണിച്ചത് സ്ക്രീനിങ്സ് ആണ്. അതായത് നമ്മുടെ ഇവിടെ തങ്ങി നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്യും? ഇവിടുന്ന് ക്ലീൻ ആക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് പെർഫറേറ്റഡ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം ആണ് ഇത്, പ്ലാറ്റ്ഫോം അല്ല, പ്ലാറ്റ്ഫോം. പെർഫറേറ്റഡ് പ്ലാറ്റ്ഫോം. അതായത് ഇവിടെ വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഇതില് വെള്ളം ഉണ്ടാവും അല്ലേ? അപ്പൊ ആ വെള്ളം താഴോട്ടേക്ക് വരും. ഓക്കെ. അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ട് വെക്കും. അപ്പൊ അതില് വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ താഴേക്ക് വീഴും പെർഫറേഷൻസിലൂടെ. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ട, അടിയിൽ ചെറിയ നമ്മുടെ അരിപ്പയൊക്കെ പോലെ ഓട്ട കൊടുക്കും. അപ്പൊ അതിലൂടെ വെള്ളം താഴേക്ക് വീഴും. പിന്നെ ഇത്
ആംഗിൾ കാണിച്ചതാണ്. ഓക്കെ, പിന്നെ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. ഓക്കെ, സ്ക്രീൻസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ അതാണ് സ്ക്രീൻസ്. They are removed periodically either by manual labor or automatically. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഇവിടെ തങ്ങി നിൽക്കുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി, അതാണ് മാനുവൽ ലേബർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി, അതായത് മെഷീൻ ഉപയോഗിച്ച്, ഒരു മെഷീൻ വരും, ആ മെഷീൻ ഉപയോഗിച്ച് താനെ നമുക്ക് ആ മെഷീൻ എന്ത് ചെയ്യും വെച്ചാൽ താഴേനെ തങ്ങി നിൽക്കുന്ന പാർട്ടിക്കിൾസിനെ എല്ലാം എടുത്ത് വേറൊരു ചേംബറിലേക്ക് കൊണ്ടുപോയിടും. Screenings are finely disposed by any one of the following methods. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പാർട്ടിക്കിൾസ് അല്ലേ, ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, they are disposed, കളയും. അതിനെ 3 മെത്തേഡ്സിൽ, 3 അല്ല പല മെത്തേഡ്സിൽ കളയാൻ സാധിക്കും. ഒന്നെങ്കിൽ ബറിയൽ ഇൻ ട്രെഞ്ചസ്, അതായത് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലിട്ട് മൂടുക. അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ, അതായത് ചെറുതാക്കുക. വലിയ വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനെ ചെറുതാക്കുക എന്നിട്ട് കളയുക. അല്ലെങ്കിൽ ഇൻസിനറേഷൻ, അതായത് കത്തിച്ച് കളയുക. അപ്പൊ അങ്ങനെ പല മെത്തേഡ്സിലൂടെ നമുക്ക് ഈ സ്ക്രീനിങ്സ് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് സ്ക്രീൻസ്. ഇനി അടുത്ത് നിങ്ങൾക്ക് നോക്കാനുള്ളത് ഗ്രിറ്റ് ചേംബർ ആണ്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം വെള്ളം വരും, വെള്ളത്തിൽ വലിയ വലിയ പാർട്ടിക്കിൾസ് സ്ക്രീൻസ് ഉപയോഗിച്ച് നമ്മൾ തടഞ്ഞു നിർത്തും. ബാക്കിയുള്ള വേസ്റ്റ് വാട്ടർ ഗ്രിറ്റ് ചേംബറിലേക്ക് ഒഴുകും. അവിടുന്ന് ഗ്രിറ്റ് പാർട്ടിക്കിൾസ്, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, ചായച്ചണ്ടി, പിന്നെ അതുപോലെ മുട്ടത്തോട്, അങ്ങനത്തെയൊക്കെ, അതൊക്കെയാണ് ഗ്രിറ്റ്, ഇനോർഗാനിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ആ പാർട്ടിക്കിൾസ് എല്ലാം അവിടെ അടിഞ്ഞുകൂടും. എന്നിട്ട് വെള്ളം സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോകും. ഓക്കെ, അതിനു മുന്നേ ആവശ്യമുണ്ടെങ്കിൽ ഈ ഓയിലി കണ്ടന്റ് ഒക്കെ കൂടുതൽ വരാവുന്ന വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ പിന്നെ ഒരു ചേംബറിലും കൂടെ പോകും, ഇതിന് രണ്ടിന്റെ ഇടയിൽ, സ്കിമ്മിങ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഗ്രിറ്റ് ചേംബർ നോക്കാം. An enlarged channel through which sewage is passed through to remove grit. അപ്പൊ ഒരു ചാനലാണ്, ഒരു ചേംബർ, അതിലൂടെ വെള്ളം പാസ് ചെയ്യുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ ഒരു ഗ്രിറ്റ് ചേംബർ കൊടുക്കുന്നത് എന്തിനാണ്? ടു റിമൂവ് ഇനോർഗാനിക് ഗ്രിറ്റ് സാൻഡ്. ഇപ്പൊ സാൻഡ് റിമൂവ് ചെയ്യാൻ, അതുപോലെ ചെറിയ ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്താണ് ഡീകമ്പോസ് ആവില്ലല്ലോ അല്ലെ, ഗ്ലാസ് പീസസ് അങ്ങനത്തെ. സോ അതൊക്കെ ഓഫ് സൈസ് 0.2 mm or more and of specific gravity about 2.65. അപ്പൊ ഏകദേശം 2.65 സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഗ്രിറ്റ് ചേംബറിൽ റിമൂവ് ആവുന്നത്. ഈ വാല്യൂ ശ്രദ്ധിക്കണം, കാരണം വലിയ വലിയ പാർട്ടിക്കിൾസ് അല്ല, വളരെ ചെറുതുമല്ല. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഗ്രിറ്റ് ചേംബറിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക. സോ ടു റെഡ്യൂസ് ലോഡ് ഓൺ സെഡിമെന്റേഷൻ ടാങ്ക്, അതുപോലെ തന്നെ ഗ്രിറ്റ് ചേംബർ കൊടുക്കുന്നത് എന്തിനാണ്? ഇത് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെ. അപ്പൊ ഈ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വരാവുന്ന ലോഡ് കുറയ്ക്കുക, അതും നമ്മുടെ ഈ ഗ്രിറ്റ് ചേംബറിന്റെ ഒരു പർപ്പസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രിറ്റ് ചേംബർ പല ടൈപ്സ് ഉണ്ട്. ഒന്നെങ്കിൽ മാനുവലി ക്ലീൻഡ് ടൈപ്പ്, അല്ലെങ്കിൽ മെക്കാനിക്കലി ക്ലീൻഡ് ടൈപ്പ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക്കലി ക്ലീൻഡ് ടൈപ്പ്. അതായത് ഒന്നെങ്കിൽ ഈ ഗ്രിറ്റ് ചേംബർ ക്ലീൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ മാനുവലി ക്ലീൻഡ് ആയിരിക്കും, അതായത് ഒരാള് വന്ന് എന്താണ് ആളുടെ സഹായത്തോടു കൂടി വേസ്റ്റ് ഒക്കെ എടുത്ത് കളയുക, അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹൈഡ്രോളിക്കലി, അതായത് ഇതുപോലെ കംപ്രസ്ഡ് എയർ ഒക്കെ പാസ് ചെയ്ത് എന്താണ് അങ്ങനെ ഡെൻസിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് എയർ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന്
സ്പ്രെഡ് ആവും, അങ്ങനെയൊക്കെ. അതാണ് ഹൈഡ്രോളിക്കലി ക്ലീൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഗ്രിഡ് ചേംബർ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രിഡ് ചേംബർ ഇസ് ലൊക്കേറ്റഡ് before the sedimentation tank or pumping units and immediately after screens. അതായത് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ മുന്നേയും സ്ക്രീൻസ് കഴിഞ്ഞിട്ടും, അല്ലെ, നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടു. സ്ക്രീൻസ് കഴിഞ്ഞിട്ടും സെഡിമെന്റേഷൻ ടാങ്കിന്റെ മുന്നേയുമാണ് നമ്മൾ ഈ ഒരു ഗ്രിറ്റ് ചേംബർ കൊടുക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. എങ്ങനെയാണ് ഗ്രിഡ് ചേംബറിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. A masonry or concrete enlarged channel of 10 to 17 meter long with slightly larger area of flow such that velocity is reduced to a range of 0.15 meter per second to 0.3 meter per second. ഒന്നുമില്ല, ഒരു വലിയൊരു ടാങ്ക്. ഓക്കെ, 10 to 17 മീറ്റർ ലെങ്ത് വരുന്ന ഒരു ടാങ്ക്. പിന്നെ അതുപോലെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളത്തിന്റെ വെലോസിറ്റി കുറയ്ക്കണം. ഈ വെള്ളത്തിന്റെ വെലോസിറ്റി കുറയ്ക്കാൻ നമ്മൾ പൊതുവെ വെക്കാറുള്ളതാണ് ബാഫിൽ വാൾസ്. ഒന്നുമില്ല, ഒരു തടസ്സം, ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു തടസ്സത്തിൽ തട്ടുമ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് സ്ലോ ആവും. അങ്ങനെ 0.15 to 0.3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം അതിലൊഴുകുന്ന വേസ്റ്റ് വാട്ടറിന്റെ വെലോസിറ്റി. എന്നാലേ ഈ പറയുന്ന 2.65 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള സോളിഡ്സ് സെറ്റിൽ ഡൗൺ ചെയ്യും. 2 separate channels or chambers are provided, one to take care of minimum flow and another the maximum flow. അപ്പൊ 2 ചേംബേഴ്സ് കൊടുക്കും. നമ്മൾ ഈ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 2 സെപ്പറേറ്റ് ചേംബേഴ്സ് കൊടുക്കും. ഒന്ന് മിനിമം ഫ്ലോ വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാനും മറ്റത് മാക്സിമം ഫ്ലോ വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാനും വേണ്ടി. ഇറ്റ്സ് യൂഷ്വലി അഡോപ്റ്റഡ് ഡിറ്റൻഷൻ പീരീഡ് 60 seconds. അതും ശ്രദ്ധിക്കണം. എന്താ, ഈ ഒരു ഗ്രിഡ് ചേംബറിന്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 60 seconds ആണ്, അതായത് 1 മിനിറ്റ്. When sewage is allowed into the grid chamber, velocity of flow is reduced due to increased area of cross-section of flow. നമ്മുടെ ആ ഒരു ഗ്രിഡ് ചേംബറിൽ ഏരിയ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ഒരു ഡിസ്ചാർജ് ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? Q is equal to AV, അല്ലെ? ഡിസ്ചാർജ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോൾ ഈ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നുണ്ട് ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനർത്ഥം ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. അതുപോലെ ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും, അല്ലെ? എന്നാലല്ലേ ആ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടാം. അപ്പൊ ഇതിൽ പറയുന്നത് നമ്മുടെ ഗ്രിഡ് ചേംബർ 10 to 17 മീറ്റർ ലോങ് ആണ്, അല്ലെ? അതായത് അതിന്റെ ഏരിയ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് സീവേജ് ഒഴുകുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കുറയും. ഓക്കെ, at such low velocity all the inorganic grit particles settle down by gravity and are deposited at the bottom. അപ്പോൾ ആ വെലോസിറ്റി കുറവാകുമ്പോൾ എന്ത് പറ്റും? എല്ലാ ഗ്രിറ്റ് പാർട്ടിക്കിൾസും താഴോട്ടേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. ഗ്രിറ്റ് is disposed by filling low lying areas etc. അപ്പൊ എങ്ങനെ ഈ ഗ്രിറ്റ് നമ്മൾ ഒഴിവാക്കുന്നത്? ഈ വാലീസ് ഒക്കെ പോലത്തെ സ്ഥലങ്ങൾ, അല്ലെ? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പോയി നമ്മൾ ഈ ഗ്രിറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രിറ്റ് ഒഴിവാക്കുന്നത്. പിന്നെ അതുപോലെയുള്ളൊരു ചേംബർ ആണ് ഡെട്രിറ്റസ് ടാങ്ക്. ഓക്കെ, ഈ ഗ്രിഡ് ചേംബർ പോലെ തന്നെ ഉള്ളതാണ്. ഇറ്റ് is similar to grid chamber in which velocity is reduced to such an extent that an appreciable amount of organic matter is deposited along with the grit. അപ്പൊ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗ്രിറ്റിൽ ഇനോർഗാനിക് പാർട്ടിക്കിൾസേ ഉണ്ടാവും.
അത് കൂടാതെ കുറച്ച് ഓർഗാനിക് പാർട്ടിക്കിൾസ് കൂടെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ detritus tank. The organic matter is then separated from the grit by controlled aeration. അപ്പോൾ നമ്മൾ എയറേഷൻ ഒക്കെ വഴി, എയറേഷൻ പറഞ്ഞ എയർ പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഓർഗാനിക് മാറ്ററും ഇനോർഗാനിക് ഗ്രിറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് ഡെട്രിറ്റസ് ടാങ്ക്. അത് എല്ലായിടത്തും ഒന്നും കൊടുക്കില്ല, ഒരു സ്പെഷ്യൽ കേസസിലൊക്കെ കൊടുക്കുന്നതാണ് ഡെട്രിറ്റസ് ടാങ്ക്. ഗ്രിറ്റ് ചേംബർ പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ വെലോസിറ്റി കുറച്ചുകൂടെ കുറയ്ക്കും. അതായത് 0.5 to 3.3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഗ്രിറ്റ് ചേംബറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിലും കുറയ്ക്കും. അപ്പൊ എന്ത് പറ്റും, ഇനോർഗാനിക് ഗ്രിറ്റ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ കൂടെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ, അതാണ് ഡെട്രിറ്റസ് ടാങ്ക്. ഇനി അടുത്ത സ്കിമ്മിങ് ടാങ്ക് ആണ് നോക്കാനുള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.